ഹലോ ഗൈസ്, ചെമ്പനീർ പൂവിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ഡോക്ടർ പറയുമ്പോൾ ഒരു ഉത്തരവും ഇല്ലാതെ ശ്രുതി അവിടെ ഇരിക്കുവാണ് കേട്ടോ. എന്നിട്ട് ഡോക്ടർ പറയുന്നുണ്ട്, അമ്മയെ ശ്രദ്ധിക്കണം, 5 ദിവസത്തേക്കുള്ള മരുന്ന് തന്നിട്ടുണ്ട്, അത് കഴിയുമ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ വന്നാൽ മതി, നോക്കാം എന്നൊക്കെ പറയുവാണ്. അങ്ങനെ ശ്രുതി അമ്മേനെയും മോനെയും കൂട്ടി വീട്ടിൽ ചെല്ലുവാണ് കേട്ടോ. വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ചോദിക്കുന്നുണ്ട്, അമ്മ എന്തിനാ ഇപ്പോഴും പണിക്ക് പോകുന്നേ, മോൻ്റെ കാര്യമൊക്കെ നല്ലപോലെ നോക്കുന്നുണ്ട്, ഞാൻ ക്യാഷും അയച്ചു തരുന്നുണ്ട്, അമ്മ എന്തിനാ പിന്നെ ഇത്രയും ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുവാണ്. എല്ലാം കേട്ട് കഴിയുമ്പോൾ അമ്മ പറയുവാണ്, എനിക്ക് വേറൊരു ബുദ്ധിമുട്ടും ഇല്ല മോളെ, പക്ഷേ നിൻ്റെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് പേടിയാ, അവരെന്തെങ്കിലും സത്യം അറിയുമല്ലേ, ഇവൻ്റെ കാര്യം അറിയുമല്ലേ, അതൊക്കെ ഓർത്തിട്ടാ എനിക്കെന്ന് പറയുമ്പോഴത്തേക്കും ശ്രുതി പറയാം, അതെൻ്റെ കാര്യമല്ലേ, അത് വിട്ടേക്ക്, അതെന്താണെന്ന് വെച്ചാൽ ഞാൻ നോക്കിക്കോളാം, എനിക്കറിയാം എന്നൊക്കെ പറയുവാണ്. എന്നിട്ട് ശ്രുതി മോൻ്റെ അടുത്ത് എന്നിട്ട് പറയുകയാണ്, നീ എന്നെ പുറത്ത് വെച്ച് കാണുമ്പോൾ പോലും ആൻറ്റീന്ന് വിളിക്കരുത്, അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇനിയിപ്പോൾ നിന്നോട് മിണ്ടുവോ ഇല്ല എന്നുള്ള രീതിയിൽ പറയുവാണ് കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ ശ്രുതിയുടെ അമ്മയ്ക്ക് ആകെ അത്ഭുതവും ആശ്ചര്യമൊക്കെയാണ്. ഇവളെന്താ കുഞ്ഞിനോടും കൂടി ഇങ്ങനെ പെരുമാറുന്നേ എന്നുള്ള രീതിയിൽ ഒന്നും മിണ്ടാനാവാണ്ട് ഇങ്ങനെ നിൽക്കുവാണ് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും പറയുന്നുണ്ട്, ഇനി രേവതി ആൻറ്റിയുടെ വീട്ടിലോട്ട് വന്നാലും പുറത്ത് വെച്ചും നീ ആരോടും എന്നെപ്പറ്റി ഒന്നും പറയാനും പാടില്ല, ഇനിയിപ്പോൾ എന്നെ ആൻറ്റീന്ന് വിളിക്കാനും പാടില്ല, നീ അവിടെ പോയിരുന്ന് കളിച്ചോ എന്ന് പറഞ്ഞ് ശ്രുതി മോനെ പറഞ്ഞു വിടുവാണ് കേട്ടോ. അപ്പോൾ ശ്രുതിയുടെ അമ്മ ചോദിക്കുന്നുണ്ട്, നീ ഇത് എന്ത് കണ്ടിട്ടാ അവനെപ്പറ്റി നിൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരോട് എപ്പോഴാണ് പറയുന്നേ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും പറയുന്നുണ്ട്, അത് പറയാം, സമയമാവട്ടെ, ഞാൻ നോക്കിക്കോളാം എന്നുള്ള രീതിയിൽ പറയുവാണ്. എന്നിട്ട് അമ്മ പറയുവാണ്, നീ എന്തിനാ അവനോട് ആൻറ്റീന്ന് പോലും വിളിക്കണ്ടെന്ന് പറഞ്ഞ് അമ്മേന്ന് വിളിക്കണ്ടെന്ന് പറഞ്ഞു സ്വന്തം കുഞ്ഞിനോട്, ഇനിയിപ്പം നീ അവനെയും കൂടെ ഉപേക്ഷിക്കാൻ പോവാണോ എന്നുള്ള രീതിയിൽ ചോദിക്കുവാണ് കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ ശ്രുതിക്ക് ആകെ ഒരു ദേഷ്യവും അരിശമൊക്കെ വരുവാണ്. എന്നിട്ട് പറയുകയാണ്, ഞാൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാം, അമ്മ അതോർത്ത് ഇനി ആദ്യ കൂട്ടി അസുഖം കൂട്ടണ്ടെന്ന് പറയുവാണ്. അത് കഴിയുമ്പോൾ പറയുകയാണ്, ഞാൻ എന്തായാലും അമ്മയ്ക്കുള്ള ഫുഡെല്ലാം ഉണ്ടാക്കി വെക്കാം, എനിക്ക് എന്തായാലും പോവാതെ പറ്റുമല്ല, പാർലറിൽ പോവാന്ന് പറഞ്ഞ് ഇറങ്ങിയതാ, അത് കഴിയുമ്പോൾ ഞാൻ നേരെ പോവാന്ന് ശ്രുതി പറയുവാണ് കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ശ്രുതിയുടെ അമ്മയ്ക്ക് ആകെ കൂടി ഒരു വേവലാതിയും വിഷമമൊക്കെയാണ്, എങ്കിലും ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. പിന്നെ കാണിക്കുന്ന സുധീനെയാണ്. സുധി ഷോറൂമിൽ ഇങ്ങനെ വരുന്ന കസ്റ്റമേഴ്സിനെ ഒന്നും വലിയ ഹാൻഡിൽ ചെയ്യാതിരിക്കുമ്പോൾ കൂടെയുള്ള കൊളീഗ് ചോദിക്കുന്നുണ്ട്, നീ എന്താ അവരോടൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാത്തേ, അതിനല്ലേ ഇവിടെ നിന്നെ ഡ്യൂട്ടിക്ക് ഇട്ടേക്കുന്നേ എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അവനൊന്നും മേടിക്കാൻ പോകുന്നില്ല, കണ്ടാ അറിയാം, ചുമ്മാ ചോദിക്കുന്നു, അത്രേ ഉള്ളൂ എന്ന് പറയുമ്പോഴത്തേക്കും കൂടെ വർക്ക് ചെയ്യുന്ന ആൾ പറയുന്നുണ്ട്, വന്നിട്ട് ഇത്രയും നാളായി ഒരു കച്ചവടം പോലും ചെയ്തിട്ടില്ല, ചുമ്മാ വാചകം മാത്രമല്ലേ ഉള്ളൂ എന്ന് പറയുമ്പോഴാണ് നമ്മുടെ ഓണറിൻ്റെ ഒരു ഫ്രണ്ടിനെയും കൊണ്ട് വരുന്നു കേട്ടോ. അപ്പോഴത്തേക്കും പറയുന്നുണ്ട്, എടോ ഇതൊന്ന് ഈ വണ്ടിയെപ്പറ്റി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുമെന്ന് പറയുമ്പോൾ ശ്രുതി അകത്ത് കയറിയിട്ട് നല്ലപോലെ എക്സ്പ്ലെയിൻ ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ വണ്ടിയെപ്പറ്റി. അത് കഴിഞ്ഞ് വെള്ളോട്ട് ഇറങ്ങുമ്പോഴേക്കും ഓണർ പറയുവാണ്, ഓക്കെ പ്രശാന്ത് ടെസ്റ്റ് ഡ്രൈവിന് അയാളുടെ കൂടെ പോയിട്ട് വാന്ന് പറയുമ്പോഴത്തേക്കും ശ്രുതി പെട്ടെന്ന് ചോദിക്കുക, അതെന്താ സാർ ഞാൻ പോയാൽ, ഞാനല്ലേ ഇപ്പോൾ എല്ലാം പറഞ്ഞു കൊടുത്തതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഓണർ പറയാം, വേണ്ട താൻ പോകണ്ടെന്ന് പറയുമ്പം ശ്രുതിക്ക് ആകെ ഒരു അടി കിട്ടിയ പോലെ ആവുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും കൂടെയുള്ള ഫ്രണ്ട് പറയുവാണ് ഓണറിൻ്റെ, അത് സാരമില്ലടോ, ഇയാളല്ലേ ഇപ്പം എല്ലാം ഡിസ്ക്രൈബ് ചെയ്തേ, വലിയ കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് തന്നെയാണ് പറഞ്ഞേ എന്ന് പറയുമ്പോഴേക്കും ഓണർ പറയാം, ഓക്കെ സൂക്ഷിച്ചൊക്കെ പോയിട്ട് വാ എന്ന് പറഞ്ഞ് വിടുവാണ് കേട്ടോ. അപ്പോൾ ശ്രുതി പുള്ളിയുടെ ഹാപ്പി ആയിട്ട് പോവാണ്. പിന്നെ കാണിക്കുന്ന ശ്രീകാന്തിനെയാണ്. ശ്രീകാന്ത് വർഷയുടെ കയ്യിൽ നിന്ന് ഫോം മേടിക്കാൻ വേണ്ടി വർഷയുടെ അടുത്ത് ചെല്ലുവാണ് കേട്ടോ. അപ്പം വർഷയാണെങ്കിൽ ശ്രീകാന്തിനെ ഒരു മൈൻഡില്ലാത്ത ആദ്യമായിട്ട് കണ്ടപോലെ നിൽക്കുവാണ്. അപ്പോഴേക്കും ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, നീ എന്താ ഇങ്ങനെയൊക്കെ, എൻ്റെ ഫോൺ താ എന്നിങ്ങനെ പറയുവാണ്. അപ്പോഴത്തേക്കും വർഷയ്ക്ക് ദേഷ്യം വന്നിട്ട് വർഷം പറയുന്നത്, നീ ഫോൺ മാത്രം ചോദിക്കാൻ വേണ്ടി വന്നതല്ലേ, ഇന്നാ പിടിച്ചോ നിൻ്റെ ഫോൺ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അങ്ങ് പോവുകയാണ്. അപ്പോൾ വർഷം ഇങ്ങനെ ദേഷ്യപ്പെട്ട് പോകുന്ന കാണുമ്പോഴേക്കും ശ്രീകാന്ത് പിന്നെ ഒന്നും മിണ്ടാതെ പുറകെ പോകുന്നുണ്ട്. അപ്പോഴേക്കും വർഷം ചോദിക്കുന്നുണ്ട്, നിൻ്റെ പ്രശ്നം എന്താ, നമ്മുടെ അച്ഛനും നമ്മുടെ പേരൻസ് തമ്മിലുള്ള കുഴപ്പമാണോ എന്നിങ്ങനെ ചോദിക്കണം കേട്ടോ, അച്ഛന്മാർ തമ്മിലുള്ള. അപ്പോഴേക്കും ശ്രീകാന്ത് പറയുകയാണ്, അതാ പ്രശ്നം എന്ന് പറയുമ്പോഴത്തേക്കും വർഷം തിരിച്ചു ചോദിക്കുക, നിനക്ക് നാണമില്ലല്ലോ, ഈ കൊച്ചു പിള്ളേർ LKG പഠിക്കുന്ന പിള്ളേർ അവരുടെ അച്ഛനും അമ്മയും തമ്മിൽ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് മിണ്ടാണ്ടിരിക്കുന്ന പോലെ മിണ്ടാതിരിക്കാൻ, അങ്ങനെ അവർ തമ്മിൽ പ്രശ്നമുണ്ടെങ്കിൽ അത് അവരുടെ കാര്യം, അത് നമ്മളെ ബാധിക്കേണ്ട കാര്യമുണ്ടോ, ഇത്രയൊക്കെ ഉള്ളൂ നിനക്ക് എന്നോടുള്ള ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെ ചോദിക്കുവാണ് കേട്ടോ. അതൊക്കെ കേൾക്കുമ്പോഴേക്കും ശ്രീകാന്തിനും ചെറുതായിട്ട് അത് നേരായത്, ഇത്ര അവരിലോട്ടും കൂടെ ഏറ്റെടുക്കേണ്ട കാര്യമില്ല എന്നുള്ള രീതിയിൽ നിൽക്കുവാണ്. എന്നിട്ട് വർഷം വരുന്നുണ്ട്, ഞാൻ ഇത്രയും നേരമായിട്ടൊന്നും കഴിച്ചിട്ട് പോലുമില്ല, നിനക്കറിയുമോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ശ്രീകാന്ത് ചോദിക്കണം, കഴിച്ചില്ലേ, അതെന്താണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും വർഷ വിഷമിച്ച് സങ്കടപ്പെട്ട് പറയുകയാണ്, നിനക്ക് നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ ഞാൻ നീ ഉണ്ടാക്കി തരുന്ന ഫുഡേ കഴിക്കുകയുള്ളൂ എന്ന്, നിനക്കത് ഞാൻ വെറുതെ കള്ളം പറഞ്ഞായിട്ടാണോ തോന്നിയെന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രീകാന്തിനാകെ വിഷമം വരുവാണ് കേട്ടോ. അന്നേരം ശ്രീകാന്ത് പറയാം, നീ വാ എൻ്റെ കൂടെ, ഞാൻ എൻ്റെ കൈ കൊണ്ട് തന്നെ ഉണ്ടാക്കിയ ഫുഡ് ഉണ്ടാക്കി തരാം, വാ എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് പോവാണ് കേട്ടോ. അങ്ങനെ അവർ രണ്ട് ഹാപ്പി ആയിട്ട് പോവാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ സച്ചിനെയാണ്. സച്ചി വീട്ടിൽ വന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി നോക്കുമ്പോൾ അവിടെ ഫുഡൊന്നുമില്ല, പാത്രമൊക്കെ കഴുകി കമത്തി വെച്ചിട്ട് ചന്ദ്ര കയറി കിടന്ന് ഉറങ്ങുവാണ്. അപ്പോൾ നമ്മുടെ സച്ചി രവീന്ദ്രനെ വിളിക്കുവാണ്.
അപ്പോൾ രവീന്ദ്രനെ വിളിക്കുമ്പോൾ ചോദിക്കുന്നുണ്ട് അച്ഛൻ എവിടെയാ എന്ന് ചോദിക്കുമ്പോഴേക്കും ഞാൻ മറ്റേ ക്യാഷിൻ്റെ കാര്യത്തിന് വേണ്ടി ഇവിടെ വന്നാടാ യൂണിയൻ ഓഫീസ് വരെ എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ കഴിച്ചോ എന്ന് ചോദിക്കുമ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട് ഞാനിവിടുന്ന് കഴിച്ചിട്ടേ വരുള്ളൂ, നീ കഴിച്ചോ എന്ന് ചോദിക്കുമ്പോഴേക്കും ഇല്ല അമ്മയെല്ലാം കഴുകി പെറുക്കി വെച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങുന്നുണ്ട് എന്നിങ്ങനെ പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയാം അത് സാരമില്ല, ഏതെങ്കിലും നല്ല റെസ്റ്റോറൻറ്റിൽ പോയി നീ ഫുഡ് മേടിച്ച് കഴിക്കുമെന്ന് പറയുവാണ്. അത് കഴിയുമ്പോഴേക്കും സച്ചി നമ്മുടെ രേവതിയെ വിളിക്കുവാണ് കേട്ടോ. രേവതിയെ വിളിച്ചിട്ട് പറയുന്നുണ്ട് നീ വീട്ടിലുണ്ടെന്നുള്ള ഓർമ്മയെ വന്നതാണ് ഇവിടെ ഫുഡൊന്നും ഇല്ല, നീ വന്നേ പിന്നെ ഞാൻ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കാറുമില്ലല്ലോ, എനിക്കാണെങ്കിൽ അങ്ങനെ ഹോട്ടലിൽ നിന്ന് കഴിക്കുന്നത് ഇഷ്ടമല്ല എന്നുള്ള രീതിയിൽ പറയുവാണ്. ഇത് കേൾക്കുമ്പോഴേക്കും രേവതിക്ക് ആകെ വിഷമം വരുവാണ് കേട്ടോ. അപ്പോൾ രേവതി പറയുക നിങ്ങൾ ഇങ്ങോട്ട് വാ, ഞാനിവിടെ ഫുഡ് ഉണ്ടാക്കി വെക്കാമെന്ന് പറയുവാണ്. അത് കേൾക്കുമ്പോഴേക്കും സച്ചി പറയുകയാണ് തീരെ വിശന്നിട്ട് വയ്യ, ഞാൻ പെട്ടെന്ന് വരാം എന്ന് പറയുവാണ് കേട്ടോ. ഇത് കേൾക്കുന്ന രേവതിക്ക് ഒരുപാട് സന്തോഷമാവുകയാണ്. അത് കഴിയുമ്പോൾ രേവതി പെട്ടെന്ന് ആ ടേബിളിൽ നിന്ന് രേവതിയുടെ പേഴ്സും എടുത്ത് വെളിയിലോട്ട് എന്തോ സാധനം മേടിക്കാൻ വേണ്ടി ഓടിപ്പോവാണ് കേട്ടോ. അപ്പോൾ രേവതി ഇങ്ങനെ സാധനം മേടിക്കാൻ വേണ്ടി ഓടുന്ന കണ്ട് രേവതിയുടെ അമ്മ ലക്ഷ്മിയമ്മ വന്നിട്ട് രേവതി ഇതെങ്ങോട്ടേ പോകുന്നതെന്നുള്ള രീതിയിൽ വിളിക്കുന്നുണ്ട്. രേവതി ഒന്നും മിണ്ടാതെ ആ വെപ്രാളത്തിൽ ഇറങ്ങി ഓടുവാണ് കേട്ടോ. അങ്ങനെ അന്തം വിട്ട് രേവതിയുടെ പുറകെ രേവതി എങ്ങടെ പോയെന്ന് നോക്കി നിൽക്കുന്ന ലക്ഷ്മിയമ്മയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്